നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് റുപ്പി ബങ്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പി ബങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി ബങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാകുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു 10 കാര്യങ്ങളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഒന്ന്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള നിക്ഷേപങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും. എൻ്റെ ആവശ്യമായിരിക്കില്ല നിങ്ങളുടെ ആവശ്യം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ആ ആവശ്യങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ്, ആവശ്യങ്ങൾക്ക് എന്തുമാത്രം പണം ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നിക്ഷേപം വേണം ചെയ്യാൻ. അതായത് ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പണം നിങ്ങൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കരുത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു 10 വർഷത്തിനൊക്കെ ശേഷമുള്ളൊരു പണം, നിങ്ങൾ ആവശ്യം വരുന്ന പണം നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസ് നിക്ഷേപത്തിലോ അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപത്തിലോ ചെയ്തു കഴിഞ്ഞാൽ അതും നഷ്ടമാണ്. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അവസ്ഥയ്ക്ക് കാരണക്കാരൻ നിങ്ങളാണ് എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോരുത്തരും നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണം ചെലവഴിക്കുന്ന അല്ലെങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുടെ അല്ലെങ്കിൽ പണം കയ്യിൽ വെക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? കൃത്യമായിട്ട് നിക്ഷേപിക്കുക, കൃത്യമായിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ചെലവ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത് നല്ല രീതിയിൽ വരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർക്ക് ഫിനാൻഷ്യൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് സെൻസിബിളായിട്ട് നിക്ഷേപിക്കുക എന്ന് പറയും. അതായത് ടൈമിംഗ് ദ മാർക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഏറ്റവും താഴ്ന്നിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പലരും പറയാറുണ്ട്. ചില കാര്യങ്ങളിൽ അങ്ങനെ ടൈം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഗതി നടക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്. അതായത് നമ്മൾക്ക് ഏറ്റവും താഴ്ന്ന നിലയിൽ ഒരു നിക്ഷേപം നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടണമെന്നില്ല. അതായത് മാർക്കറ്റ് 16,000 പോയി, 15,900 15,800 700 അങ്ങനെയൊക്കെ വരുമ്പോൾ അത് താഴേക്ക് എവിടം വരെ പോകുമെന്ന് നോക്കിയിട്ട് നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 18,700 നിന്ന് വീണ്ടും 16,000 ഓടിപ്പോയേക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സായി, അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും ഒരു സെൻസിബിളായിട്ട് ചിന്തിക്കുക. നമുക്ക് കുറേ കാലത്തിന് ശേഷം ആവശ്യം വരുന്ന ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിലുള്ളൊരു നിക്ഷേപമാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, SIP പോലുള്ള നിക്ഷേപമാണ് നടക്കുന്നതെങ്കിൽ അതിന് ടൈം ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മൾ പല പ്രൈസ് പോയിന്റിൽ പല ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കുന്ന സമയത്ത് ഇത് ടൈം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ചെറിയ നിക്ഷേപങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴാൻ നോക്കി നിൽക്കാതെ പെട്ടെന്ന് നിക്ഷേപിച്ച് പോവുക എന്നുള്ളതായിരിക്കും നല്ലത്. പക്ഷേ വലിയൊരു നിക്ഷേപം ഒരുമിച്ച്, ഒരു ലംസമായിട്ടുള്ള നിക്ഷേപം ഒരുമിച്ച് വലിയൊരു പ്രൈസ് പോയിന്റിൽ നടത്തുന്നതും നല്ലതല്ല. മാർക്കറ്റ് വളരെ ഉയർന്നിരിക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ കൊണ്ടങ്ങ് നിക്ഷേപിക്കുക എന്നുള്ളതും നല്ലതല്ല. അപ്പോൾ അതിന് ഒരു സെൻസിബിളായിട്ട് വേണം നിങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നല്ലൊരു ഫിനാൻഷ്യൽ നിലയിലേക്ക് എത്തുന്നതിനായിട്ട് ഷോർട്ട് കട്ടുകളില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതായത് നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ഒരു തട്ടിപ്പ് പരിപാടിയുമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് വളരെ വലിയൊരു പണം ഉണ്ടാക്കാമെന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾക്ക് കുറച്ചു കാലം ചിലപ്പോൾ പണം ഉണ്ടാക്കാൻ സാധിച്ചേക്കാം, കുറച്ചു കാലം ലാഭം ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെയധികം കാലത്തേക്ക് നമ്മളുടെ കയ്യിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ടുള്ള നല്ല ലീഗലായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളോ ട്രേഡിങ്ങുകളോ സേവിങ്സും ഒക്കെ നടത്തണം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ കുറച്ച് നാൾ മുൻപ് ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരാൾ സമീപിച്ചു. ആളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ആ 10 ലക്ഷം 20 ലക്ഷം ആക്കാനുള്ള ഒരു ആഗ്രഹം. അവസാനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം ഓപ്ഷൻസ് ട്രേഡിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 3 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ആ 3 ലക്ഷം പോയത് പോട്ടെ, ഇനി കുറേശ്ശെയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റോ ട്രേഡോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ 7 ലക്ഷം രക്ഷപ്പെടുത്തിയ ഒരു കഥ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊരു ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ്. അതായത് ചില്ലറ പൈസകളും അല്ലെങ്കിൽ ചെറിയ പൈസകളും ഒക്കെ പോകുന്നത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കും. പക്ഷേ വലിയൊരു എമൗണ്ട് നഷ്ടം വരുന്നതോ അല്ലെങ്കിൽ വലിയൊരു തരത്തിലുള്ള നഷ്ടം നമുക്കുണ്ടാകുന്നതോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകളുണ്ടല്ലേ. നമ്മളിപ്പോൾ 1 രൂപ പോകുന്നിടത്ത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, പിശുക്കത്തരം കാണിക്കും. അതേസമയം തന്നെ ഒരു 1000-ഓ 10,000-ഓ ഒക്കെ ചിലവാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് വലിയ കെയർ എടുക്കാറുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവഞ്ച്വലി എന്താണ്ടാവും, കാലം പോകുന്തോറും അവരുടെ ഫിനാൻഷ്യൽ സ്ഥിതി മോശമായി വരികയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാം. എപ്പോഴും ഒരു ഡയറക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ പോകരുത്. അതായത് ഇപ്പോൾ നമ്മളുടെ NRI ആയിട്ടുള്ള സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടോ ഫിനാൻഷ്യൽ സംശയങ്ങളുടെ കാര്യത്തിനായിട്ടും 8848030018 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അവർ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം മിക്കവാറും ആളുകൾ ഒരു ചെറിയ വരുമാനക്കാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ, അവർ 10 വർഷമായി ഗൾഫിൽ അല്ലെങ്കിൽ 15 വർഷമായി ഗൾഫിൽ, പക്ഷേ അവർക്ക് കാര്യമായിട്ട് സമ്പാദ്യമൊന്നുമില്ല. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുപോയി, ചെറിയൊരു വീടൊക്കെ തട്ടിക്കൂട്ടി, അല്ലെങ്കിൽ ചിലർ വീടുമില്ല, കാര്യങ്ങളൊക്കെ നടന്നുപോയി. പക്ഷേ ഇപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരൊറ്റ രൂപ സമ്പാദ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഗൾഫിൽ പോയത്, ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കളഞ്ഞിട്ട് എന്തിനാണ് ഗൾഫിൽ പോയത് എന്നുള്ള ഒരു കാര്യം മറന്നുകൊണ്ട് അന്നത്തെ ജീവിതം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ അപ്പോൾ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് ഗൾഫിൽ പോയ ആളുകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു ഡയറക്ഷൻ മറന്നുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് ഫിനാൻഷ്യൽ ഉയർച്ച ഉണ്ടാവാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നത്, അത് ചിലപ്പോൾ നമ്മുടെ പ്രവാസ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും തുടരുകയും വേണം. എന്നാൽ മാത്രമേ നമ്മൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. 7ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരുടെ അഭിപ്രായങ്ങൾ തേടാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 10 പേരോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചു എന്ന് കരുതാം. 10 പേരോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ 10 പേരും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുക. അപ്പം എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്ക് നമ്മളുടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ 100% വിശ്വസിക്കുന്ന ഒരാളെയും നിങ്ങളുടെയും ഒരു അഭിപ്രായത്തിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞൊരു പഴമൊഴി കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണിത്. പലരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ ചിലവാക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ അയാളുടെ സപ്പോർട്ടോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് നന്നാവുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് 8ാമതായിട്ട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെയോ സേവിങ്സിനെയോ പറ്റി അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വായിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, വീഡിയോകൾ കാണുക, കാര്യങ്ങൾ കേൾക്കുക, എന്നിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാലവും എല്ലാ സമയവും ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടാളുകളുടെയോ സപ്പോർട്ടോടു കൂടി ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ആ കഴിവുകൾ ആർജിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പറ്റുന്ന കുറേ വീഡിയോകൾ റുപ്പിമംഗ് ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. റുപ്പിമംഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന വീഡിയോകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. 9ാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂട്ടുകൂടുക എന്നുള്ളതാണ്. അത് ഏതൊരു കാര്യത്തിലും കറക്റ്റാണ് കേട്ടോ. അതായത് എന്ത് ചോദിച്ചാലും അതിന് നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളെ പറ്റിയിട്ട് നമുക്ക് അവരുടെ കൂട്ടുകൂടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ ഒക്കെ പോകുന്നതെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് കാര്യം ചോദിച്ചാലും അത് വേണ്ടടാ, അത് ഇതുപോലെയാടാ, അതുപോലെയാടാ എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്നവരെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ രക്ഷപ്പെടുമെന്നാണ് എൻ്റെ. 10ാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% ശരിയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകാനുമുള്ള സാധ്യത ഇല്ല. ഒന്നും നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ പലതും
വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ മോശമായി പോയേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 2019 ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ 2020 മാർച്ച് മാസത്തിൽ കൊറോണയുടെ ഈ പ്രശ്നം കാരണം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെയധികം നഷ്ടം വരുന്നത് അവരുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുത്തവരുടെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ സംഭവിച്ചു പോയതാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ളതിനെ പറ്റിയുള്ള ഉപാധികൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. റുപ്പി മങ്കിൻ്റെ ആസ്ക് റുപ്പി മങ്ക് സർവീസിലേക്ക് നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് ഈ കാണുന്ന വീഡിയോയുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.